ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണേ. എല്ലാ തവണയും വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞാനും കേശുട്ടി അമ്മയും ചേട്ടയും കൂടെ നേരത്തെ ഇറങ്ങി. ഞങ്ങൾ എപ്പോഴും പോകണം വഞ്ചിനാടിനാട്ടോ. ഇത്തവണ വഞ്ചിനാടിന് എല്ലാ തവണയും പോകുമ്പോൾ ചാടി പടഞ്ഞ് അതിനകത്ത് കയറുക പണി. അങ്ങനെ ഇത്തവണ ഇത്തിരി നേരത്തെ എത്താമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരിത്തിരി നേരത്തെ ആയിപ്പോയി. അവിടെ എത്തിയപ്പോഴത്തേക്കും ട്രെയിനും വന്നില്ല, ട്രെയിനിൽ കയറാനുള്ള ആളും വന്നില്ല. ആ കിടക്കുന്ന ട്രെയിൻ മാറിയിട്ട് വേണം കേട്ടോ അടുത്ത വഞ്ചിനാട് വരാനായിട്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ കറങ്ങി നടന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കടയിൽ പോയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കപ്പലിൽ ഞങ്ങൾ ആദ്യം പൊട്ടിച്ച് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിനകത്തുണ്ടായിരുന്ന സ്പ്രൈറ്റും ഒക്കെ അവിടെ വെച്ച് കുടിച്ച് തീർത്തതിന് ശേഷമാണ് നമ്മുടെ ട്രെയിൻ വരാനായിട്ട് നിന്നത്. ട്രെയിൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ ഫസ്റ്റ് അതിനകത്ത് ചാടി കയറിഞ്ഞ് ആദ്യം കയറിയിട്ടാണ്. കയറി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിനകത്ത് ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ കേശുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് മേടിച്ചു കൊടുത്ത സ്നാക്സ് ഒക്കെ പതുക്കെ അതിൽ നിന്ന് തന്നെ പൊട്ടിച്ച് ഞങ്ങൾക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം പോയി രാത്രി ആയപ്പോഴത്തേക്ക് ആകെ കൂടെ എല്ലാവരും മടുത്തിട്ടോ. പിന്നെ ഏക ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സീറ്റിലൊന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ തന്നെയായിരുന്നു ആ സീറ്റിലുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വീടെത്താറായി. ഞങ്ങൾ മുളന്തുരുത്തി സ്റ്റേഷനിൽ എത്താറായി. മുളന്തുരുത്തി സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് ഇത്തവണ അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങളെ വിളിക്കാനായിട്ട്. എല്ലാ തവണ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞ ഓട്ടോ ചേട്ടൻ ഇത്തവണ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അമ്മച്ചി വേഗം വന്നത്. അങ്ങനെ ചേട്ടി കൊണ്ടുപോകുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായി. ഞാൻ വഴിയിൽ നാളെ പറഞ്ഞുതരാവേ. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ പപ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് അവിടെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ അധികം നേരം നോക്കി നിൽക്കണ്ടെന്ന് വിചാരിച്ച് അവൾ വേഗം പോയി വാതിൽ തുറന്നപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ചാടി അകത്ത് കയറി. ഇനി ഇതെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം ബാക്കി നാളെ രാവിലത്തേക്ക് എല്ലാം സെറ്റാക്കാൻ. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.